കേരളത്തിൽ SKSF-ന്റെ ഇബാദ് എന്ന ദഅവാവിന് വളരെ സജീവമായി നടത്തുന്നത്. ഇവിടെ 313 വിക്കായ. ഞാൻ പറയുന്നത് 313 വേണ്ട, ഒരു 13 ആളുകൾ ദഅവാ ഫീൽഡിൽ അവിടെ ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ചരിത്രം തീർക്കാൻ സൗദി അറേബ്യയിൽ നമുക്ക് കഴിയും. ദഅവാരംഗത്ത് തോന്നാൾ വേണ്ട. ഇതിന്റെ അനുഭവമാണ്, വളരെ പറഞ്ഞല്ലോ. ദഅവാരംഗത്ത് വളരെ കുറഞ്ഞ ആളുകളെ വേണ്ടുള്ളൂ. ഒരു 33 ആള്, അതിലൊരു 50 ആള് ട്രെയിനിങ് കൊടുത്ത ഒരു 50 ആള് അല്ലെങ്കിൽ ഒരു 33 ആളെ ഇബാദിന് വേണ്ടി കൂടി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ചിന്തക്കാർക്ക് SKSF-ന്റെ നമ്മുടെ പ്രവർത്തകർക്ക് സാധ്യമായാൽ അത് വലിയ കാര്യമായിരിക്കും. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഒരു തീരുമാനം കൂടി നിങ്ങൾ ഈ സന്ദർഭത്തിൽ കൈക്കൊള്ളണം എന്ന് ഞാൻ ആഗ്രഹിച്ചു നോക്കുക. ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് സ്റ്റേജിൽ. ബഹുമാനപ്പെട്ട തയ്യൂബ് ഫൈസി, ഐദറുൽ ഉസ്താദിന്റെ 2 മക്കൾ ഈ സ്റ്റേജിലുണ്ട്. ബഹുമാനപ്പെട്ട തയ്യൂബ് ഫൈസിയും ബഹുമാനപ്പെട്ട ഷരീഫ്. ഇഖ്ലാസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ തയ്യൂബ് ഫൈസി വാപ്പാന്റെ CH ഹൈദറോസ് മുസ്ലിയാരെയും വീട്ടിൽ പറഞ്ഞ ഒരു സംഗതി പറഞ്ഞു. ഒരു സുന്നത്ത് നോമ്പിന്റെ സമയത്ത് ഉമ്മ തയ്യൂബ് ഫൈസിയുടെ അമ്മ, അതായത് ഹൈദറോസ് ഉസ്താദിന്റെ ഭാര്യ നാളെ സുന്നത്ത് കൊടുക്കുകയാണ്. അതിൽ പറഞ്ഞു, വാപ്പ് പറഞ്ഞു, ഞാൻ നോക്കുന്നില്ല, അന്തങ്ങളും വെക്കാതെ. അപ്പൊ അതില് ഇജ് ഇവിടെ അങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ എന്നോ, എനിക്ക് അങ്ങനെയല്ലല്ലോ, എനിക്ക് നേരം വെട്ടാൻ ഇവിടെ പോകണം, ഒരുപാട് മനുഷ്യന്മാരെ കാണണം, ഓരോക്കെ ഞാൻ എനിക്ക് വരുവാറുണ്ട്. പിന്നെ ഈശ്വരാസിന്റെ വാർത്തകളൊന്നും ആലോചിക്കാനില്ല. ഇവിടെ സംസാരിച്ച കുറേ ആൾക്കാര് വളരെ പ്രധാന റഹ്മാനിനങ്ങൾ അധികം പരിചയം ഉണ്ടോന്നറിയില്ല. SKSF-ന്റെ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ്. പിന്നെ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ KITF-ന്റെ സംസ്ഥാന ഭാരവാഹിയാണ്. നമ്മുടെ സജീവ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും വളരെ വളരെ അർത്ഥവത്തായി നമ്മൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ റഫീഖ് വൈസി SKSF-ന്റെ മലപ്പുറം ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്, സജീവ സംഘടനാ പ്രവർത്തകനാണ്. ഒരുപാട് ആളുകൾ വേദിയിലിരിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്. ഖാദിം വിജയിക്കും എന്നതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും വലിയത്. ഖാദിമായ ഒരു മനുഷ്യൻ വിജയിക്കും. അവൻ വിജയിച്ച ചരിത്രമേ ഉള്ളൂ. നിസ്കാരത്തിന് ഖുശൂ കിട്ടണില്ല എന്ന് പറയുമ്പോൾ ഒരു പരാതി. നിസ്കാരത്തിന് ഖുശൂ കിട്ടാത്തവർക്ക് വയിൽ എന്ന ചെരിവുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂറത്തുൽ മാഊനിൽ നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ ആവശ്യമായ 4 കാര്യങ്ങൾ പറയും. നിസ്കാരത്തിന് ഖുശൂഇല്ല എന്ന് പറഞ്ഞ ആയത്ത് പരിശോധിച്ചാല് അതിന്റെ മുന്നേ 2 കാര്യവും ശേഷം 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ദീനിനെ കളവാക്കുന്നവനാരാണെന്ന് ഞാൻ പറഞ്ഞത്. ദീനിനെ കളവാക്കുന്നവൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്ന് യത്തീമിനെ ആട്ടിവിടുന്നവനാണ്. മിസ്കീനിന്റെ ഭക്ഷണത്തിൽ അവകാശമില്ലാത്തവനാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാല് ആവശ്യമുള്ള നേരത്തെ ആവശ്യമുള്ളത് കിട്ടാത്തവൻ. കൊല്ലത്തേക്ക് 1000 കഞ്ഞിയുടെ ഓഫർ കിട്ടിയെന്ന് ക്ലാസ് റൂമിൽ കേട്ട് ഞാൻ പോരുന്ന സമയത്ത് കേരളക്കാരുടെ ഇന്റർനാഷണൽ അങ്ങനെ പ്രഖ്യാപിച്ചു. നമ്മള് ഇന്റർനാഷണൽ ഫുഡായിട്ട് കേരളക്കാരുടെ കഞ്ഞി ഇവിടെ പ്രഖ്യാപിച്ചു. അടുത്ത കൊല്ലത്തേക്ക് 1000 കഞ്ഞിയുടെ ഓർഡർ ഇപ്പൊ തന്നെ സ്പോൺസർഷിപ്പ് ഇപ്പൊ തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. സംഗതി ഗവൺമെന്റ് ഹാജിമാരുടെ ടെൻഡിൽ ഞാനും പോയി നോക്കി. ടെൻഡിൽ ഭയങ്കര സംഭവം തന്നെയാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. എന്റെ വാപ്പ ഹാജിനുണ്ടായിരുന്നു, ഭയങ്കര പൈസക്കാരനാണ്. കഞ്ഞി എവിടെ കിട്ടാനാവോന്ന് ചോദിച്ചു. ഭയങ്കര സംഭവം തന്നെയാണ് ഈ കഞ്ഞി എന്ന് പറഞ്ഞ സംഗതി. അപ്പോ അങ്ങനെ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ മിസ്കീന്റെ ഭക്ഷണത്തിൽ അവകാശമില്ലാത്തവൻ ഫദാലിക്കല്ലദീ പിന്നെ പിന്നെ അല്ലദീനഹും യുറാഊൻ, അതാണ് 3ാമത്തെ കാര്യം. വയംനഊനൽ മാഊൻ, അതാണ് 4ാമത്തെ കാര്യം. അല്ലദീനഹും യുറാഊന, ജനങ്ങൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആള്. വയംനഊനൽ മാഊൻ,
വീട്ടുപകരണങ്ങൾ വരെ തടഞ്ഞു വെക്കുന്ന ആള്. ഞാൻ എന്റെ പെരേക്ക് ഒരു മഴു വാങ്ങുകയാണെങ്കിൽ 500 രൂപന്റെ മഴവുണ്ട്, 650 രൂപന്റെ മഴവുണ്ട്. 500 രൂപന്റെ മഴ വാങ്ങിയാൽ എന്റെ വീട്ടിലെ ഉപകാരം നടക്കുള്ളൂ. 650ന്റെ മഴ വാങ്ങിയാൽ അടുത്ത വീട്ടുകാർക്ക് എന്റെ ആവശ്യം കഴിഞ്ഞാൽ കൊണ്ടുപോവുകയും ചെയ്യാമെങ്കിൽ 650ന്റെ മഴ വാങ്ങാൻ തയ്യാറുള്ളവൻ അവനാ നിസ്കാരത്തിന്റെ ഖുശൂഅ്. അതാണ് വയംനൗനൽ മാഊൻ. അപ്പോ അല്ലദീനഹും യുറാഊന, ആളുകൾ കാണാൻ വേണ്ടി ചെയ്താൽ പിന്നെ ഒന്നുമില്ല. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു തന്റെ തരീഖത്തുൽ മുഹമ്മദിയയിൽ 10 തരം അഹങ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. 10 ഇനം അഹങ്കാരങ്ങൾ. വസ്ത്രത്തിലുള്ള അഹങ്കാരം, ഭക്ഷണത്തിലുള്ള അഹങ്കാരം, ഇൽമിലുള്ള അഹങ്കാരം, ഇങ്ങനെ 10 ഭയങ്കര വിശദീകരണമാണ്. ഇൽമിൽ ഒരു മനുഷ്യന് അഹങ്കാരം ഉണ്ടായാൽ ഓന്റെ ഇൽമി ന്യായം പറയാനല്ലാതെ വേറൊന്നിനും പറ്റൂല. തെളിവ് ഇബ്ലീസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഓൻ ഭയങ്കര വിവരമുള്ള ആളാ, ഭയങ്കര വിവരാണ്. മണ്ണിനേക്കാൾ പ്രാധാന്യം അഗ്നിക്കുണ്ട് എന്ന വിവരം അള്ളാഹുവിന്റെ മുമ്പിൽ ന്യായം പറയാൻ വേണ്ടി മാത്രമേ അവന് ഉപകാരപ്പെട്ടതുള്ളൂ. യഥാർത്ഥത്തിൽ മണ്ണിനേക്കാൾ പ്രാധാന്യം തീയിനുണ്ട്, അതായത് ഉറപ്പാണ്. ശുദ്ധികളിൽ വെച്ച് ഏറ്റവും വലിയ ശുദ്ധി അഗ്നി ശുദ്ധിയാണ്. വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റും, മണ്ണുകൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റും, തീ കൊണ്ട് ശുദ്ധിയാക്കാം. അഗ്നി കൊണ്ട് ശുദ്ധിയാക്കുന്നത് സ്വർണത്തെയാണ്. അപ്പൊ ഏറ്റവും വലിയ ശുദ്ധി എന്ന് പറയുന്നത് അഗ്നിശുദ്ധിയാണ്. ഇങ്ങനെ ഒരുപാട് പ്രാധാന്യങ്ങൾ തീയിനുണ്ട് എന്ന വിവരം ഇബ്ലീസ് റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ടായി. ആ വിവരം കൊണ്ട് അവന് അഹങ്കാരം വന്നപ്പോ അവന്റെ വിവരം അള്ളാഹുവിന്റെ മുമ്പിൽ ന്യായം പറയാൻ വേണ്ടി മാത്രമേ ഉപകാരപ്പെട്ടതുള്ളൂ. വേറെ ഉപകാരം ഉണ്ടാവില്ല. ചരിത്രത്തിൽ ആദ്യമായി ന്യായീകരിച്ചവനും ഇബ്ലീസ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവണം. നമ്മുടെ അമല് ശൈത്താൻ കട്ടുകൊണ്ടുപോണ നല്ലോണം നോക്കണം. മിന എന്ന് പറഞ്ഞത് മനുഷ്യനും പിശാച്ചും തമ്മിൽ നേർക്കുനേരെ സംഘടന നടക്കുന്ന സ്ഥലമാണ്. മനുഷ്യനും പിശാച്ചും തമ്മിൽ നേർക്കുനേരെ സംഘടന നടക്കുന്ന ഒരു സ്ഥലമാണ് മിന എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ശൈത്താന്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ലതാണെന്ന് തോന്നിപ്പിച്ച് വേണ്ടാത്തവൻ ചെയ്യിക്കും. തൗബന്റെ വയലൊക്കെ എന്നോട് പറയും, വയല് കേട്ടാൽ എന്തോ ഒരു നല്ല തൗബന്റെ വയല് എന്നറിയാം. വയല് കേട്ടാൽ ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ തോന്നുന്നുവെങ്കിൽ ആ വയല് പറഞ്ഞത് ശൈത്താനാന്ന് മനസ്സിലാവും. ചില വയല് കേട്ടാൽ വാട്സപ്പ് ഇല്ലാത്തവർക്കൊന്നും ഉണ്ടാക്കാൻ തോന്നും. അക്കൗണ്ട് ഇല്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക, ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുറന്നു നോക്കാൻ തോന്നും ചില വയല് കേട്ടാൽ. അങ്ങനെയാണെങ്കിൽ ശൈത്താനാണ് ആ വയല് പറഞ്ഞതെന്ന് മനസ്സിലാവും. നല്ല വയല്, നല്ല മാറ്ററാണ്. മഹഫിറത്തിന്റെ മാറ്റർ, നിസ്കാരം, നോമ്പ്, ഹജ്ജിന്റെ ഒക്കെ മാറ്റർ ശൈത്താൻ എടുത്തില്ലേ. ഭയങ്കര വയറുള്ള മൂപ്പർ പറയാം. അങ്ങനെ പറഞ്ഞതിനെ കേട്ടാൽ നമുക്ക് ഹത്താണെന്ന് തോന്നി ബാത്തിൽ കൊണ്ടുവരിക. ശൈത്താനും അവന്റേതായ ചില ഗുണങ്ങളുണ്ട് കേട്ടോ. 99.5% സത്യമേ പറയൂ എന്നത് ശൈത്താന്റെ ഒരു ഗുണമാണ്. നമ്മൾ ചിന്തിച്ചിരുന്നോന്ന് അറിയില്ല. നമ്മൾ ശൈത്താൻ പറഞ്ഞാൽ നോണ അറിയണമെന്ന് കൂട്ടും. നോണ അപൂർവമാണ്, അത്യപൂർവം. 99.5% സത്യമാണ് മൂപ്പര് പറയാം. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് അവ്വാബിന്റെ അടുത്ത് എന്നിട്ട് ഈ മരത്തിന്റെ അടുത്തേക്ക് എന്താ നിങ്ങൾ പോവാത്തതെന്ന് ചോദിച്ചോ. അത് പടച്ചോൻ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അത് പടച്ചോനോട് എന്താ പോകരുതെന്ന് പറഞ്ഞതെന്നറിയോ? അള്ളാഹുത്താര നിങ്ങളെ സ്വർഗത്തുനിന്ന് പുറത്തേക്കാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് പോകരുത് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പറഞ്ഞ 2 കാര്യം ശരിയാണ്. അള്ളാഹുത്താര സ്വർഗത്തുനിന്ന് പുറത്താക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ഈ മരത്തിന്റെ അടുത്തേക്ക് പോകരുതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ തോതിലുള്ള വർത്താനാണ് ഇബ്ലീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. അതുകൊണ്ട് നമ്മളോട് 10ാമത്തെ അഹങ്കാരം, യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു 10 അഹങ്കാരങ്ങൾ പറഞ്ഞതിലെ 10ാമത്തെ അഹങ്കാരം വിനയം കൊണ്ടുള്ള അഹങ്കാരമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എനിക്ക് അത്യാവശ്യം വിനയൊക്കെ ഉണ്ടല്ലോ എന്നൊരാൾക്ക് തോന്നിയാൽ ചരിത്രം കണ്ട ഏറ്റവും വലിയ അഹങ്കാരമാണ്. എനിക്ക് അത്യാവശ്യം ഞാൻ നല്ല വിനയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയാൽ അതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഹങ്കാരം എന്ന് പറയുന്നത്. ഏറ്റവും പരിശുദ്ധമായതിനെയാണ് അവൻ ദുരുപയോഗം ചെയ്തത്. പരിശുദ്ധമായ വസ്തുക്കളെ ദുരുപയോഗം ചെയ്യിക്കുക എന്നത് പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. അതുകൊണ്ട് എല്ലാവരും അഹങ്കരിക്കരുത് എന്ന് പറയുമ്പോഴും അഹങ്കരിക്കരുത് എന്ന് പറയുന്നതിലൂടെ അഹങ്കരിക്കരുത് എന്നും അങ്ങനെ പ്രസംഗിക്കുന്നതിലൂടെ അഹങ്കരിക്കരുത് എന്ന് എന്നോടാണ് പറയാനുള്ളത്. എനിക്ക് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും വിനയം കൊണ്ട് അഹങ്കരിക്കുന്നവർ പോലും നമ്മൾ ആകരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. റഹ്മത്ത് വലിയൊരു ഗുണമാണ്.
റഹ്മത്ത് വലിയൊരു ഗുണമാണ്. ഈ ലോകത്ത് എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ ആ നേട്ടങ്ങളെല്ലാം റഹ്മത്ത് കൊണ്ടുണ്ടായതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നതും ഇന്ന അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞതും രണ്ടാണ്. നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്. നമുക്ക് തോന്നുന്ന ശരിയായ ആശയം ഇന്ന അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്. നബിയെ, നിങ്ങളെ റഹ്മത്തായിട്ടാണ് ഞാൻ അയച്ചിരിക്കുന്നത് എന്ന് പറയേണ്ട സ്ഥാനത്ത് അള്ളാഹു പറഞ്ഞത് നബിയെ റഹ്മത്തായിട്ടല്ലാതെ നിങ്ങളെ അയച്ചിട്ടില്ല എന്ന. രണ്ടു തമ്മിൽ വെച്ചെന്ന് പറഞ്ഞാല് റഹ്മത്തുണ്ട് പണി, വേറെയും പണി ഉണ്ട് എന്ന് വരും. എന്നാൽ റഹ്മത്തായിട്ടല്ലാതെ നബിയെ നിങ്ങളെ ഞാൻ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന് ഒരു പണി മാത്രമേ ഉള്ളൂ, അത് റഹ്മത്താണെന്ന് വരും. നിബിതങ്ങൾക്ക് ഒരേ ഒരു പണി മാത്രമേ ഉള്ളൂ, അത് റഹ്മത്താണ് എന്ന് വരും. റഹ്മത്തിനെ കുറിച്ച് ഏറ്റവും നന്നായി സംസാരിച്ച ഒരാളുണ്ട്. അദ്ദേഹമാണ് ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വൈദ്യനായ ഇബ്നു സീന, അബീസന്ന എന്ന ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു സീന എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വൈദ്യലോകത്താണ് കേൾക്കുക. യഥാർത്ഥത്തിൽ അദ്ദേഹം വൈദ്യനല്ല. ഇബ്നു സീനയുടെ താരീഖ് പരിശോധിച്ചറിയാം, അദ്ദേഹം വൈദ്യനല്ല, അദ്ദേഹം മുഫസ്സിറാണ്. ഇബ്നു സീന മുഫസ്സിറാണ് ആ മനുഷ്യൻ. തഫ്സീർ ഇങ്ങനെ എഴുതിയതാണ്. തഫ്സീർ ഇങ്ങനെ എഴുതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. റഹ്മാൻ എന്നത് റഹ്മത്തിലേക്കും റഹ്മത്ത് എന്നത് റഹ്മിലേക്കും പോയതാണ് അദ്ദേഹത്തിന്റെ വൈദ്യം. റഹ്മാൻ, റഹ്മത്ത്, റഹ്മത്ത് എവിടുന്ന് വന്നതാ? റഹം എന്ന ഗർഭപാത്രത്തിൽ നിന്ന്. അങ്ങനെയാണ് അദ്ദേഹം വൈദ്യത്തെ കുറിച്ച് സംസാരിച്ചത്. അൽ ഖാനൂനി ഫി തിബ്ബ് 5 വാല്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടും. 8000 റുപ്യ വരെയുണ്ട്. ഇന്ന് ഇറങ്ങുന്ന സാധനമാണ് ഇബ്നു സീനയുടെ അൽ ഖാനൂനി ഫി തിബ്ബ് എന്ന് പറഞ്ഞ സാധനം. അദ്ദേഹം മുഫസ്സിറാണ് യഥാർത്ഥത്തിൽ. റഹ്മത്തിനെ കുറിച്ച് ഏറ്റവും നന്നായി സംസാരിച്ചു. 400 മരുന്നുകൾ സ്വന്തമായി ആവിഷ്കരിച്ച ഇബ്നു സീന എല്ലാ മരുന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞു മരുന്നല്ലേലും പൊട്ടമരുക്കുള്ളതാണ്, മരുന്ന് വിഡ്ഢികൾക്കുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢിക്കുള്ളതാകുന്നു മരുന്ന്. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് റഹ്മത്താണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റഹ്മത്തിന്റെ മനസ്സുള്ള മനുഷ്യന് ദുന്യാവിലൊന്നും സംഭവിക്കൂല. ആ മനസ്സില്ലെങ്കിലാണ് അവന് മരുന്നിന്റെ ആവശ്യം വരിക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ മനസ്സ് വരണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലുമായുള്ള ബന്ധം ശരിപ്പെടുത്തണേ എന്ന് ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തിന്റെ ആകത്തുക മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, വൈദ്യന്റെ സാന്നിധ്യം തന്നെ ശിഫയാകുന്നത് റഹ്മത്തിന്റെ മനസ്സുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാലേ ലോകത്ത് ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുക ഗർഭം ഉണ്ടാവുമ്പോഴാണ്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ടെൻഷൻ ഗർഭമാണ്. ഗർഭസമയത്ത് കാണുന്ന സ്വപ്നങ്ങൾ വരെ വളരെ പേടിയുള്ളതായിരിക്കും. ഇങ്ങനെ കിടക്കുമ്പോ ഒരു കുന്നിന്റെ മേലെ നിങ്ങൾ താഴത്തേക്ക് വീഴാൻ എത്ര പോയാലും അടീകത്തുന്നില്ല. കുറെ പോയി അവസാനം അടീകത്തിന് ഉണർന്നു നോക്കുമ്പോ കട്ടിൽ മതനെ കിടക്കുന്നുണ്ടാവും. പിന്നെ ഉറങ്ങിയാൽ അടുത്ത കുന്നും വന്ന് വീണ്ടും വീഴും. ഇതാണ് ഗർഭിണികളുടെ സ്വപ്നത്തിൽ. കുട്ടികളും ഗർഭിണികളൊക്കെയാണ് ഈ ഒരു സ്വപ്നം. ഗർഭിണികളുടെ സ്വപ്നത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇങ്ങനെ കണ്ണ് ചിമ്മിയ സ്വപ്നം കാണും. അതാണ് ഗർഭിണി. അങ്ങനെ സ്വപ്നം പോലും അദാബാകുന്ന ഒരു വിഭാഗമാണ് ഗർഭിണികൾ. എന്നാൽ സ്വപ്നം പോലും അനുഗ്രഹമായത് ആമിന ദേവി റളിയല്ലാഹു അൻഹാ ഉറങ്ങിയ അപ്പ കണ്ടു. പ്രകാശത്തിന്റെ കൊട്ടാരങ്ങളും മാളികകളുമായിരുന്നു ആമിന ബീവി റളിയല്ലാഹു അൻഹ കാണാറുണ്ടായിരുന്നത്. പ്രകാശത്തിന്റെ കൊട്ടാരങ്ങളും മാളികകളും കാണാനുള്ള കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അകത്തുണ്ട് എന്നതാണ്. ഡോക്ടർ അകത്തുണ്ടെങ്കിൽ തന്നെ ശിഫയാണ്. ചില ആശുപത്രിന്റെ അടുത്തേക്ക് എത്തുന്നതോടുകൂടെ എണ്ണം മാറും. ചില ഡോക്ടർമാരുടെ അടുത്തേക്ക് നമ്മളിങ്ങനെ എത്തുന്നതിനനുസരിച്ച് അസുഖം മാറിക്കൊണ്ടിരിക്കും. അല്ല തലവേദനയും
ഡോക്ടറെ ഇങ്ങനെ പോയി ഡോക്ടറെ കാണാൻ നേരത്തെ തലവേദന ഉണ്ടാവില്ല. ശരിക്കും ആ വൈദ്യൻ ഒറിജിനൽ വൈദ്യനാണ് എന്നതിന്റെ തെളിവാണത്. വൈദ്യന്റെ സാന്നിധ്യം ശിഫയായിരിക്കണം യഥാർത്ഥത്തിൽ. അവിടെ എന്താ പ്രവർത്തിക്കുന്നത്? റഹ്മത്ത് എന്ന ഗുണമാണ് യഥാർത്ഥത്തിൽ. റഹ്മത്ത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മനുഷ്യന്റെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട റഹ്മത്തുണ്ട്, രണ്ട് ഹൃദയവുമായി ബന്ധപ്പെട്ട റഹ്മത്തുണ്ട്. ഒന്ന് ഹൃദയബന്ധിതമായ റഹ്മത്ത്, മറ്റൊന്ന് മസ്തിഷ്കബന്ധിതമായ റഹ്മത്ത്. ഹൃദയബന്ധിതമായ റഹ്മത്ത് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി ഒരാൾ വാത്സല്യം കാണിക്കുന്നതാണ് ഹൃദയബന്ധിതമായ റഹ്മത്ത്. ദുന്യാവിന്റെ നേട്ടമൊന്നുമില്ല കേട്ടോ, ആഖിറത്തിന്റെ നേട്ടവും അങ്ങനെ തന്നെ. സ്വർഗം കിട്ടാൻ വേണ്ടി ഉമ്മാനോട് ഭയങ്കര കാരുണ്യം കാണിക്കുക. കാരണം ഉമ്മാന്റെ കാലിന്റെ ഓട്ടിലാണ് സ്വർഗം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലേ. അതുകൊണ്ട് സ്വർഗം കിട്ടാൻ ഉമ്മാനെ സേവിക്കണം. വേണ്ട തന്നെയാണ്, വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിലൊരു സ്വാർത്ഥത ഉണ്ട്. ആ സ്വാർത്ഥത വേണ്ട തന്നെ കേട്ടോ, വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. അതിലൊരു സ്വാർത്ഥ ഉണ്ട്. എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ എന്റെ ഉമ്മാനെ സേവിക്കാം. ആ സ്നേഹം, ആ റഹ്മത്ത് എവിടെ കിടക്കുന്നത്? ഹൃദയത്തിലാണ് കിടക്കുന്നത്. ഒരു കുട്ടി ജനിച്ചു, ഡോക്ടർ പറഞ്ഞു വാൾവിനും തകരാറുണ്ട്, ആർട്ടിവേറ്റ് കുറവാണ്, അരമണിക്കൂറിലധികം ഈ കുട്ടി ജീവിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞാലും ആ കുട്ടിയുടെ ഉമ്മാക്ക് അതിനോട് എന്തോ ഒരു വാത്സല്യം. ആ കുട്ടിയിൽ നിന്ന് ഒന്നും കിട്ടാനില്ലല്ലോ. മസ്തിഷ്കബന്ധിതമാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ളത്. മസ്തിഷ്കബന്ധിതമായ വാത്സല്യത്തിന്റെ മുമ്പിലാണ് വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പുണ്യനബി റൗദ ശരീഫ് തുറന്നെടുത്തത്. യാക്രമ ബൈത്തിയല്ലി നമ്മളൊരു കടലാസില് യാക്രമ ബൈത്ത് ഇങ്ങനെ എഴുതിയെടുത്ത് കൊന്നിട്ട് റൗദ ഷരീഫിന്റെ അവിടെ വെച്ചിട്ട് 100 വട്ടം ശരിയാലും തുറക്കൂല. എന്താ തുറക്കാത്തത്? ഉമർ ഖാദി റളിയല്ലാഹു അൻഹു യാക്രമ ബൈത്ത് ചൊല്ലിയപ്പോ റൗദ ഷരീഫ് തുറന്നു കൊടുത്തു എന്നത് നമ്മളോട് പറഞ്ഞു തന്നത് നമ്മുടെ മസ്തിഷ്കമാണ്. അത് നമ്മളെ തല പറഞ്ഞെന്ന പരിപാടിയാണ്. അങ്ങനെ ചെയ്താൽ മതി, തുറക്കൂല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അത് തലയിൽ നിന്ന് വന്നതല്ല, അത് മഹാനവർകളുടെ ഹൃദയത്തിൽ നിന്ന് വന്നതായിരുന്നു. ഹൃദയത്തിൽ നിന്ന് ഞമ്മക്ക് വന്നാൽ ഞമ്മക്കും തുറക്കും. അള്ളാന്റെ റസൂലിന്റെ റൗള തുറന്ന് തരാൻ പറഞ്ഞു ഉമർ ഖാദിക്ക്. എന്നാൽ നബിതങ്ങളുടെ റൗളയിൽ നിന്ന് കൈ കൊടുത്തൊരു മനുഷ്യനുണ്ട്, സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി. ചരിത്രം കണ്ട ഏറ്റവും വലിയ ഖാദിമാണ് റിഫായി ശേഖ്. അങ്ങനെ ഒരു ഖാദിമിനെ ചരിത്രത്തിൽ നമുക്ക് വേറെ പരിചയപ്പെടുത്താൻ കഴിയില്ല. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങും. അങ്ങാടിയിലൂടെ ഇങ്ങനെ പോയിട്ട് തെരഞ്ഞു നോക്കും, വല്ല പിരാന്തന്മാരും കാണാനുണ്ടോ. ഭ്രാന്തന്മാരെ തെരഞ്ഞു പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി സ്വന്തം കൈകൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത് ഭ്രാന്തന്മാരോടൊപ്പം ഇരുന്ന് കഴിച്ച് ഭ്രാന്തനെ കുളിപ്പിച്ച് പുതിയ ഒരു കൂട്ട് ഡ്രസ്സ് ധരിപ്പിച്ച് പഴയത് അലക്കിക്കൊടുത്തിട്ട് എവിടെ നിന്നാണോ അവനെ കൊണ്ടുവന്നത് അവിടെ തിരിച്ചു കൊണ്ടാക്കിയിരുന്നു സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി. ഒരു ദിവസം മഹാനവറുകളോട് ആളുകൾ ചോദിച്ചു, എന്താ ഈ പിരാന്തന്മാരായിട്ടുള്ള ഇടപാടെന്ന് മനസ്സിലായില്ല. ഭ്രാന്തന്മാരെ കണ്ടത്ര വലിയ ഇടപാട് അത് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, മഹാനവറുകൾ പറഞ്ഞു, 2 കാര്യം കൊണ്ടാണ് ഞാൻ ഭ്രാന്തന്മാർക്ക് ഇങ്ങനെ ഖിദ്മത്ത് ചെയ്യുന്നത്. ഒന്ന്, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനാകുന്നു. ഒരു കാരണം അതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പിരാന്തന്മാരെ കണ്ടില്ലേ. ഇതുവരെ പടച്ചോനെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോണ ഒരു മനുഷ്യനാണല്ല പോണതെന്ന് നമുക്ക് തോന്നിയില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. ശൈത്താൻ ഒരു മനുഷ്യനിൽ കയറിയാൽ ആദ്യമായി കൊണ്ടുവരുന്നത് ഇൻസൾട്ട് ചെയ്യുന്ന മനസ്സാണ്. ഓൻ ആദ്യം ചെയ്തതിനെ ഇൻസൾട്ട് ചെയ്യലാണ്. എന്തിനെ ഇൻസൾട്ട് ചെയ്തത്? മണ്ണിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് രംഗപ്രവേശനം നടത്തിയവനാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിലേക്ക് പിശാച് കയറാണെങ്കിൽ ആദ്യം അവൻ ഇൻസൾട്ട് ചെയ്യിക്കുക എന്ന രീതിയിൽ കൊണ്ടുവരും. മൃഗങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കാറുണ്ടായിരുന്നു അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. മൃഗത്തെ കണ്ടാലേ എഴുന്നേറ്റിരിക്കും. മഹാനായ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന് ഔലിയാക്കളിൽ കുത്തുബ് എന്ന സ്ഥാനം വാങ്ങിക്കൊടുത്തതിന്റെ പിന്നിലൊരു നായയാണ് പ്രവർത്തിച്ചത്. ഔലിയാക്കളുടെ പ്രധാനിയാണ്. ഔലിയാക്കളിൽ 4 കുത്തുബുകളാണുള്ളത്. ഔലിയാക്കൾ ഒരുപാട് കാറ്റഗറികളിൽ ഉണ്ടാവും.
ഏറ്റവും താഴെയുള്ളതിനെയാണ് നമ്മൾ വലിയ എന്ന് പറയുന്നത്. അവർക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഉണ്ടാവും. അല്ല അഖ്താബ് എന്നാണ്, കുത്തുബുകൾ എന്നാണ് അവർക്ക് പറയാം. അതിന്റെ മേലെ ഓരോ രാജ്യങ്ങളിലുള്ള ഔലിയാക്കൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഉണ്ടാവും, അവർക്ക് ഔത്താദുകൾ എന്ന് പറയും. അതിന്റെ നേരെ മേലെ ഓരോ വൻകരയിലുമുള്ള ഔലിയാക്കൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഉണ്ടാവും, അവർക്ക് അബുദാലന്മാർ എന്ന് പറയും. അതിന്റെ പേര് നുഖബാർ, അതിന്റെ പേര് നുജബാർ, ഇങ്ങനെ മേലോട്ട് കയറിപ്പോവും. ഏറ്റവും മേലെ ചെന്നാല് ഔലിയാക്കളുടെ മൊത്തം നിയന്ത്രണം നടത്തുന്നത് 4 ആളുകളെയാണ്. അവർക്കാണ് അൽ അഖ്താബുൽ അർബഅ എന്ന് പറയുന്നത്. ഗൗസുൽ ആദം, ഷേഖ് റിഫായി, അഹ്മദ് അൽ ബദവി, ഇബ്രാഹിം അദ്ദസൂഖി, 4 ആൾക്കാരാണ്. ഔലിയാക്കളിലെ പ്രധാനിയായിരുന്നു ഷേഖ് റിഫായി റളിയല്ലാഹു അൻഹു. പക്ഷെ മഹാനവറുകളുടെ കുത്തുബുകളുടെ സ്ഥാനത്തേക്ക് ഉയർത്തിയതിന്റെ പിന്നിൽ കണ്ടാൽ നമുക്ക് വെറുപ്പ് തോന്നുന്ന ഒരു നായയാണ്. ഒരു ദിവസം വീട്ടിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ വന്നു നോക്കുമ്പോ പേരന്റെ മുമ്പിൽ ചൊറി പിടിച്ച ഒരു നായ കിടക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെ ഖൽബിൽ റഹ്മത്തുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണെന്ന് മഹാനവറുകൾക്ക് തോന്നി. തോന്നേണ്ട സമയത്ത് തോന്നണല്ലോ, അത് തോന്നി. അല്ലാഹു എന്റെ ഖൽബിൽ റഹ്മത്തുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണെന്ന് തോന്നിയ ഷേഖ് റിഫായി റളിയല്ലാഹു അൻഹു ഒരു നായക്കൂട് തയ്യാർ ചെയ്തിട്ട് ഈ നായയെ അതിലാക്കി ഭക്ഷണം കൊടുത്തു, മരുന്ന് കൊടുത്തു. രാവിലെ ശിഷ്യന്മാർ വന്നു നോക്കുന്ന സമയത്ത് ഷെയ്ഖുനാന്റെ പേരന്റെ മുമ്പിൽ നായിക്കൂട്. ഒരു ദേഷ്യം വന്നു. ആ സമയത്ത് അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരങ്ങളെ, തിൽമീദന്മാരെ, വിരുന്നുകാരന്റെ അടിമയാണ് അഹമ്മദ് തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് പോകാം. ഈ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ ഔലിയാക്കളിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തിയെടുക്കുന്ന ജീവിതത്തിൽ ഒന്നും ഇൻസൾട്ട് ചെയ്യാതെ റഹ്മത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇൻസൾട്ട് ചെയ്യാത്ത മനസ്സ് എന്ന് പറയുന്നത്. ആ മനുഷ്യൻ റൗള ശരീഫ് കാണാൻ വേണ്ടി വന്നു. അന്ന് റൗള ശരീഫ് ചങ്ങലയിട്ട് കൂട്ടുന്ന കാലമല്ല. അർത്തിയൊന്ന് സലാം പറയാം. അർത്തി എന്നിട്ടിങ്ങനെ സലാം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട റിഫായി റളിയല്ലാഹു അൻഹു തോന്നി, അള്ളാന്റെ റസൂൽ ഒന്ന് കൈനീട്ടി തന്നാൽ എനിക്ക് മുട്ടിക്കൂടെ. അതിൽ പൽകുന്ന ഒരു പാട്ടുകൾ വന്നു. ഫിഹാലത്തിൽ ബുർദി റൂഹി കുന്ദൂസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാരി ഖദ് ഹദറത് ഫംദുദ യദൈക ലകൈ തുഖ്വാ ബിഹാ ശഫതി. അങ്ങതൊരു വിദൂരമായ രാജ്യത്തിൽ നിന്ന് സാധുവായ അഹമ്മദ് അവന്റെ ആത്മാവിനെ എന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട് നബിയെ. ഇന്ന് അഹമ്മദിത അവന്റെ ശരീരവുമായി യാത്ര ചോദിക്കാൻ ഇവിടെ വന്നിരിക്കുന്നു. വഫാത്തിനോടനുബന്ധിച്ചാണ് മഹാനവറുകൾ വരുന്നത്. സാധുവായ അഹമ്മദ് യാത്ര ചോദിക്കാൻ ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളുടെ കൈയൊന്ന് നീട്ടി തന്നാൽ എനിക്കൊന്ന് മുത്തിക്കൂടെ എന്ന് പറയേണ്ട താമസം അള്ളാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളയിൽ നിന്ന് കൈനീട്ടി കൊടുത്തത്, മുത്തി മണത്തത് കണ്ട രംഗം നമ്മുടെ മൗലിദ് കിതാബിലെ ബഹുമാനപ്പെട്ട റിഫായി മൗലിദിന്റെ ഏകദേശം മധ്യഭാഗത്ത് ഈ ബൈത്തോടുകൂടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ബൈത്ത് അവിടെ ഉണ്ട്. ഈ ബൈത്തോടുകൂടെ ഉദ്ധരിച്ചു. റഹ്മത്തിന്റെ മനസ്സ് അത് വളരെ പ്രധാനമാണ്. അത് തലയിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണം. മസ്തിഷ്ക ബന്ധിതമായ റഹ്മത്ത് കൊണ്ട് തന്നെ കാര്യമുണ്ട്. എന്നാൽ തലയിൽ നിന്ന് അത് താഴേക്ക് ഇറങ്ങിയാലോ വലിയ കാര്യമാണ്, ഭയങ്കര കാര്യം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഷ്ഠരോഗത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ കഴിഞ്ഞ റമദാനിന്റെ മുന്നത്തെ റമദാനിലെ പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരതല സമയത്താണ് ഈ ഹദീസും അതുമായി ബന്ധപ്പെട്ട വിശദീകരണവും ശ്രദ്ധ ചെയ്യുന്നത്. നബിതങ്ങൾ പറഞ്ഞു, അൽ ജുദാമു ജുദാമു കുഷ്ഠം എന്ന് പറയുന്നത് തലയുടെ കുഷ്ഠമാകുന്നു എന്ന് പറഞ്ഞു. കുഷ്ഠരോഗം തലേന്റേതാണ്. നിലവിൽ കുഷ്ഠരോഗം എന്ന് പറയുന്നത് രക്തരോഗമാണ്. നിലവിലെ കാഴ്ചപ്പാട് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. രക്തരോഗമാണ് കുഷ്ഠരോഗം.
ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് രക്തപ്രവാഹം ഇല്ലാതെ വരുന്നതാണ് യഥാർത്ഥത്തിൽ കുഷ്ഠരോഗം വരുന്നത്. ഉദാഹരണമായിട്ട് ഓക്സിജന്റെ സാന്നിധ്യമുള്ള രക്തം നമ്മുടെ കൈയിന്റെ ഇതുവരെ വരുന്നു, ഈ വിരലുമുക്ക് പോണില്ലെങ്കിൽ ഈ വിരല് മരിക്കും, രക്തമാവും. മരിച്ച ഈ ശരീരഭാഗവും ജീവനുള്ള ശരീരഭാഗവും ഒട്ടി നിൽക്കാൻ സമ്മതിക്കില്ല, പ്രയാസപ്പെടും. അങ്ങനത്തെ സമയത്ത് ഒന്നുകിൽ ഇത് മുറിച്ചു മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഇത് കൊഴിഞ്ഞാണ്. മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അത് കൊഴിഞ്ഞാണ്. ഇതാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത്. വളരെയധികം വിഷമമുള്ള ഒരു രോഗമാണ്. അത് രക്തരോഗമാണ് നിലവിലെ കൺസെപ്റ്റ് അനുസരിച്ച്, നിലവിലുള്ള കാഴ്ചപ്പാടനുസരിച്ച്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, കുഷ്ഠരോഗം എന്നാൽ തലയുടേതാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു റുശ്ദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ കുറിച്ചൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു. വെറുതെ ഒന്നുമില്ലാതെ നബി തങ്ങൾ അങ്ങനെ പറയില്ലല്ലോ, പഠിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ പഠിക്കാം? പഠിക്കണമെങ്കിൽ ആദ്യം നബി തങ്ങൾ കുഷ്ഠത്തെ പറ്റി പറഞ്ഞ എല്ലാ ഹദീസും കിട്ടണം. അങ്ങനെ ഹദീസിന്റെ കിതാബുകളൊക്കെ പലരും കുഷ്ഠരോഗത്തെ കുറിച്ച് പറഞ്ഞ മുഴുവൻ ഹദീസുകളും പരിശോധിച്ചു. അപ്പോൾ ഹദീസ് വീണ്ടും അദ്ദേഹം കണ്ടു. ഇത്തഖുൽ ജുദാമ കമാ തത്തഖുൽ അസദ, നിങ്ങൾ സിംഹത്തെ ഭയപ്പെടുന്നത് പോലെ കുഷ്ഠത്തെ ഭയപ്പെടണേ എന്ന് പുണ്യനബി. സിംഹത്തെ പേടിക്കണമായി കുഷ്ഠത്തെ പേടിക്കണം. അപ്പൊ സിംഹത്തെ എങ്ങനെ പേടിക്കേണ്ടത്? അതായി അദ്ദേഹത്തിന്റെ ചിന്ത. അപ്പൊ ഞാൻ സിംഹത്തെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു. സിംഹത്തെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ പഠിക്കാം? സിംഹത്തെ പറ്റി നെഹിതങ്ങൾ പറഞ്ഞാൽ മുഴുവൻ കിട്ടണം, അങ്ങനെ പഠിക്കുള്ളൂ. അങ്ങനെ സിംഹത്തെ കുറിച്ച് പറഞ്ഞ എല്ലാ ഹദീസും പരിശോധിച്ചു. അതൊക്കെ ഞാൻ നിരത്തി വെച്ചു. സിംഹത്തെ കുറിച്ച് പറഞ്ഞ ഹദീസുകൾ, അതിലൊരു ഹദീസ് വീണ്ടും അത്ഭുതപ്പെടുത്തി. സിംഹം കരയുമ്പോൾ അത് പറയുകയാണ്, അല്ലാഹുമ്മ ലാ തുസല്ലിത്നിൽ മഅറൂഫ്, അല്ലാഹുവേ മഅറൂഫിനെ എന്റെ അടുക്കൽ കൊണ്ടുവരരുതേ എന്നാണ് സിംഹം കരയുമ്പോൾ പറയുന്നത് എന്ന് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരെയും സിംഹം പിടിക്കൂല. സഫീന റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു താബികളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ കഥ പറയുന്നത്. സഫീന റളിയല്ലാഹു അൻഹു ആണ്. സഫീന റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ ഒരു ബോട്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ബോട്ട് തകർന്നു. ബോട്ട് തകർന്ന് അദ്ദേഹം ഒരു പലക കിട്ടി. ആ പലകയിൽ അദ്ദേഹം ഇങ്ങനെ മെല്ലെ രക്ഷപ്പെട്ട് ഒരു ദ്വീപിലെത്തിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു പുലി വന്നു, ഒരു പുലി. ആ സമയത്ത് അദ്ദേഹം പുലിയോട് പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, നീ എന്നെ ഒന്നും ചെയ്യരുതേ. ആ പുലി സഫീന റളിയല്ലാഹു അൻഹയെ പുറത്ത് കയറ്റിയിട്ട് ജനവാസമുള്ള സ്ഥലത്ത് കൊണ്ടുചെന്ന് ആക്കിക്കൊടുത്ത് തിരിച്ചു പോന്നു എന്നാണ് കഥയുടെ ധർമ്മം ചുരുക്കം. ജനവാസമുള്ള സ്ഥലത്ത് കൊണ്ട്. അപ്പൊ എല്ലാരെയും സിംഹവും പുലിയും തിന്നൂല, ചിലരെ പിടിക്കും. ആരെയാണ് സിംഹം പിടിക്കുന്നത്, ആരെയാണ് സിംഹം പിടിക്കാത്തത്? സിംഹം പിടിക്കുന്നതിനെയാണ് കുഷ്ഠരോഗവും പിടിക്കുക. സിംഹം ദുആ ചെയ്യുകയാണ്, ദുആർക്കാണ്. അതിങ്ങനെ കരയുമ്പോ അല്ലാഹുമ്മ ലാ തുസല്ലിത്നിൽ മഅറൂഫ്, അല്ലാഹ് മഅറൂഫിനെ കൊണ്ടുവരുന്നത് കേട്ടോ, ഓനെനിക്ക് പിടിക്കാൻ കഴിയില്ല. ആരാ മഅറൂഫ്? ഇബ്നു റുശ്ദ് റളിയല്ലാഹു അൻഹു നീണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ ചർച്ചയുടെ ഒടുവിൽ പറയുന്നുണ്ട്, മഅറൂഫ് എന്ന് പറയുന്നത് മർഹൂമിന്റെയും അപ്പുറമുള്ള ആളാണ്. മർഹൂമിന്റെ അപ്പുറമുള്ള ആളാണ് മഅറൂഫ്. മർഹൂം എന്ന് പറഞ്ഞാൽ വാത്സല്യം മസ്തിഷ്കത്തിൽ ഉള്ളയാൾക്കാണ് മർഹൂം എന്ന് പറയുന്നത്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിൽ നിന്ന് റഹ്മത്ത് എന്ന വാത്സല്യം ഹൃദയത്തിലേക്ക് ഇറങ്ങിയവന്റെ പേരാണ് മഅറൂഫ്. ഒരു സ്വാർത്ഥതയുമില്ലാത്ത റഹ്മത്തുള്ള മനുഷ്യൻ. ശരിക്കും ഇത് വെച്ചിട്ട് നമ്മള് കുഷ്ഠരോഗത്തെ ഒന്നുകൂടി പഠിച്ചാൽ നമുക്ക് കറക്റ്റ് കിട്ടും. കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കുഷ്ഠരോഗം എന്ന് പറഞ്ഞാല് ഓക്സിജന്റെ സാന്നിധ്യമുള്ള രക്തം ഇതുവരെ എത്തുകയും ഇവിടെയുള്ള മസിൽ എനിക്ക് കൃത്യമായി തന്നെ പിടിച്ചു വെച്ച് ഇങ്ങോട്ട് വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് എങ്ങനെയും കുഷ്ഠരോഗിയുടെ മനസ്സാണ് ഞങ്ങൾ ചില ആൾക്കാരെ പറ്റി പറയാറുണ്ട്. എന്ന് പറഞ്ഞാലേ ഇത് ഈ മാനസിക തലത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ രക്തരോഗം വരെ ഉണ്ടാകുന്നത് എന്നർത്ഥം.
ഇവിടെയാണ് റഹ്മത്തിന്റെ വാത്സല്യത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലായത്. വാത്സല്യം എന്ന മനസ്സ് ഒരാൾക്കുണ്ടെങ്കിൽ അവസരം അള്ളാഹു കൊടുക്കും. വാത്സല്യത്തിന്റെ മനസ്സാണ് പ്രശ്നം. ഞാൻ ദാവത്തിന്റെ ക്ലാസ്സിൽ എപ്പോഴും പറയാറുണ്ട്, ദാവത്ത് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഇറങ്ങിയാൽ ഒരാളുണ്ടാവും മുമ്പിൽ. നമ്മൾ ഇബാദിന്റെ ദാവ ട്രെയിനിങ് ക്യാമ്പ് എപ്പോൾ കഴിഞ്ഞോ അന്നൊരു 3 ആളെങ്കിലും മുസ്ലിം ആവർത്തിക്കില്ല. ട്രെയിനിങ് ക്യാമ്പ് എപ്പോൾ കഴിഞ്ഞാലും അന്ന് മുസ്ലിം ആവും. കാരണം ഒരു മനുഷ്യൻ എനിക്ക് ദാവത്ത് ചെയ്യണമെന്ന് തോന്നിയാൽ അള്ളാഹു അവസരം കൊടുക്കും. എനിക്ക് വാത്സല്യം കാണിക്കണമെന്ന് ഒരാൾക്ക് തോന്നിയാൽ ഉടനെ അള്ളാഹു അവസരം കൊടുക്കും. അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് വാത്സല്യം ചെയ്യാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ഹാജറുടെയും കഥ പറയുന്ന മണ്ണാണിത്. അൽ മുഹാജിറു മൻ സാറക്കൽ ഹാജർ മുഹാജിർ എന്ന് പറയുന്നത് ഹാജറിനെ പോലെ ആയവനാണ്. ഹാജറിനെ പോലെ ആയവനാണ്. ഹാജർ എന്ന് പറയുന്നത് വലിയൊരു മാനസിക തലം നമ്മളെ പഠിപ്പിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹാജറ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും കൂട്ടിയിട്ട് മക്കയിൽ ചെന്ന് ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് വെള്ളമില്ലാത്തൊരു പ്രദേശത്ത് അവരെ താമസിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോ ഹാജർ അലൈഹിസ്സലാം ഹാജറ റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ നാടൻ മലയാളത്തിൽ ഇങ്ങനെ അല്ല മനുഷ്യ, ഇനി ഈ ചെറിയ കുട്ടിയും ഇവിടെ ആക്കിയിട്ട് നിങ്ങൾ എവിടെയായി പോകണം? നമ്മുടെ നാടൻ മലയാളത്തിക്ക് ഹാജറാബിയുടെ അപ്പുറത്തെ സംസാരം കൊടുത്താൽ അതിന്റെ പരിഭാഷ അങ്ങനെയൊക്കെയാണ്. ചെറിയ ചോര പൈതലി ഇനിയും കൂടി ഈ മരത്തിന്റെ ചോട്ടിലാക്കി നിങ്ങൾ എവിടെയായി പോകണം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നോക്കിയില്ല. എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല? ഒന്നും പറയത്തില്ല. എന്താ പറയാ? രണ്ടാമതും ചോദിച്ചു, ഇനി ഈ കുട്ടിയെ ഇമ്പടാക്കിയിട്ട് നിങ്ങൾ എടുക്കാൻ പോണത് എന്ന് തിരിഞ്ഞു നോക്കിയില്ല. എനിക്കല്ലേ أنت أم أم أبو ما رأينا فيما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتغي രണ്ടാമത് ചോദിച്ചു, ഹാജറാബി നിങ്ങൾ എടുക്കാൻ പോണത്. മൂന്നാമത് കുറെ ദൂരെത്തിയപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഹാജറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹ് പറഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്തത് ചോദിച്ചു. അപ്പൊ തിരിഞ്ഞു നോക്കി, ഞാൻ എന്ന് പറഞ്ഞു. അതെ. ആ സമയത്ത് ഹാജറാബി പറഞ്ഞു, ഇതല്ല എന്നാൽ അള്ളാഹു ഞങ്ങളെ വെറുതെ ആക്കുകയില്ല. അള്ളാഹ് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ പോരെ. ഇബ്രാഹിമിയത്ത്, ഇസ്മായിലിയത്ത്, ഹാജറിയത്ത് 3 സംഭവങ്ങളാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ 3 സംഗതിയാണ്. വാപ്പാക്ക് വേണ്ടത് ഇബ്രാഹിമിയത്ത്, മകന് വേണ്ടത് ഇസ്മായിലിയത്ത്, ഉമ്മക്ക് വേണ്ടത് ഹാജറിയത്ത്. ഈ 3 സംഗതി ഉണ്ടെങ്കിൽ കുടുംബശാലായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് മലയുടെ അപ്പുറം ചെന്നപ്പോ 2 കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്ത്, പഠിച്ചവനെ എന്റെ മക്കൾക്ക് ഭൂമിയിലെ പഴങ്ങളിൽ നിന്ന് നീ ഭക്ഷിപ്പിക്കണേ അല്ലാഹ് പറഞ്ഞു. ദുനിയാവിലെ ഭക്ഷണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം പഴം ആവാനുണ്ടായ കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആയാണ്. ദുനിയാവിൽ മാത്രമല്ല, സ്വർഗത്തിൽ ചെന്നാലോ അതിലുണ്ട് പടിക്കുടി, അതിലുണ്ട് മുന്തിരി തോട്ടവും മാന രസമുള്ളതാ കദളിപ്പഴം തിന്നാന. അവിടെ അതന്നെയാണ് പരിപാടി. ഭക്ഷണത്തിന് 1-ാം സ്ഥാനത്ത് പാലല്ല കേട്ടോ, 1-ാം സ്ഥാനത്ത് പാലാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഖുർആനില് പാലിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്തെ അതിൽ ഇബ്റത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അൻആമിലെ ഇബ്റത്തൻ എന്ന്, ഇബ്റത്ത് എന്ന് പറയുന്നത് ഷിഫയുടെയും അപ്പുറം നിൽക്കുന്ന വാക്കാണ്. ഷിഫ ഇബ്റത്തിൽ ഉൾക്കൊള്ളും, വേറെ കുറെ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളും, ഇബ്റത്തിൽ ഉൾക്കൊള്ളും. അതുകൊണ്ട് ഷിഫയുടെയും അപ്പുറമുള്ള ഒരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ പാലിനെ കുറിച്ച് പ്രയോഗിച്ചതിനാൽ
കാഴ്ചയിൽ പാനീയമാണെങ്കിലും ഭക്ഷണത്തിൽ ഒന്നാം സ്ഥാനത്ത് എണ്ണുന്നത് പാലിനെയാണ്. രണ്ടാം സ്ഥാനത്ത് എഴുതിനുള്ളൂ പഴത്തെ എണ്ണുള്ളൂ. പഴം പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ മക്കൾക്ക് വേണ്ടി പറഞ്ഞു. അങ്ങനെ തോരന്നിട്ട് പോയി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി വരുമ്പോ കൊണ്ടുവന്ന ഒരു തോൽപാത്രത്തിലുള്ള കാരക്കയും വേറൊരു പാത്രത്തിലെ വെള്ളവും. കാരക്ക ആദാബിന്ന് തിന്നു, വെള്ളവും കുടിച്ചു. പാലുണ്ടായപ്പോ ആ പാല് കുട്ടിക്കൊടുത്തു. കാരക്ക കഴിഞ്ഞു, വെള്ളവും കഴിഞ്ഞു. അതിനാൽ പാലും ഇല്ലാതെയായി. എന്നാണ് ഈ കുട്ടിക്ക് വെള്ളം കൊടുത്താലോ എന്ന് ചോദിച്ച് നോക്കുമ്പോ വെള്ളമില്ല. പാലേതായാലും പ്രതീക്ഷയില്ല. ഒരു തുള്ളി വെള്ളമെങ്കിലും എന്റെ കുട്ടിക്ക് നൽകാൻ എന്നാഗ്രഹിച്ചുകൊണ്ട് ആ മഹദി സഫയുടെയും മർവയുടെയും ഇടയിൽ നടന്നു. ശരിക്കും ആ സംഭവങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ സംസം കിണറുള്ള സ്ഥലത്ത് കിടത്തിയിട്ട് ഹാജറ ബീവി സഫ എന്ന കുന്നിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ കുട്ടിയുടെ അടുത്തേക്ക് ഒരു ചെന്നായി വരുന്നു. അവിടെ നിന്ന് വേഗത്തിൽ ഇറങ്ങി കുട്ടിയുടെ അടുത്ത് ചെന്ന് ചെന്നായെ ആട്ടിയതിനു ശേഷം മറുവയിലേക്ക് പോകുന്നു. മറുവയിൽ ചെന്ന് നോക്കുമ്പോ വീണ്ടും കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ വരുന്നു. രണ്ടാമത് ഇറങ്ങി. ഒരു പ്രദേശത്ത് ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഒറ്റപ്പെട്ടാൽ ചെയ്യേണ്ടത് വെള്ളം കഴിഞ്ഞാൽ ആ വെള്ളം കഴിഞ്ഞ സഞ്ചി തോളിലെടുത്തുകൊണ്ട് കുട്ടിനെ എടുത്തുകൊണ്ട് ആൾക്കാരിലോട്ടേക്ക് പോകല്ലേ. പക്ഷെ പോയില്ല. എന്തുകൊണ്ട്? ഒരാൾക്കാൻ അള്ളാഹു തആല പറഞ്ഞതാണ്. ശരിക്കും ആലോചിച്ച് നോക്കാണെ ഒന്നും വേണ്ട, സഫയിലേക്കും മറുവയിലേക്കും പോകുമ്പോഴെങ്കിലും ആരെ കൊണ്ടാകാമായിരുന്നു? ഇസ്മായിൽ നബിയെ കൊണ്ടാകാം. ഇത് ഇവിടെ വെക്കാൻ അള്ളാഹു പറഞ്ഞതല്ലേ? ഒരു പെണ്ണ് തന്റെ മനസ്സിലെ അള്ളാഹുവിലേക്ക് കണ്ടർപ്പിച്ചപ്പോ അള്ളാഹു തആല വെള്ളം കൊടുക്കുക. അതാണ് സംസം. നാട്ടിലുള്ള വാപ്പാന്റെ അസുഖം മാറാൻ സൗദിയിലുള്ള മോൻ സംസം കുടിച്ചാൽ മതി എന്നല്ല ആ ഹദീസിന്റെ രസം. ലിമാ ശുരിബലോ എന്തിനു കുടിച്ചോ അതിനൊക്കെ പറ്റും. പെരപ്പണി തീരാനാണ് ഒരാൾ സംസം കുടിച്ചെങ്കിൽ പെരപ്പണി തീർക്കാൻ അത് മതി. പെരുന്നാളിന്റെ ഓർമ്മയിലോടി എത്തുന്നുണ്ടൊരു വദനം, വലിയ പ്രതീക്ഷകൾ കൊള്ളിൽ കിട്ടിയ കുഞ്ഞിൻ വദനം. മാതാവിൻ വിരിമാറിൽ നിന്നു മടർന്നു വിനാഥന്മാരിൽ മതിയൊളി കൊക്കും മുഞ്ചിരി തൂകി ബലിയാടായി പോമോൻ. വിശ്വചരിത്രത്താളുകളൊക്കെ പലതു കാണാനാമോ? വിസ്മയം മുറ്റിയ ഇക്കഥയോർത്താൽ ഹർഷം മാറിപ്പോമോ? ദാഹം പരവശനാക്കിയ നേരം ചുണ്ടുപിളർന്നു കരഞ്ഞു. ദാരുണരംഗം കണ്ടാൽ ഹാജറ വെള്ളം തേടിയലഞ്ഞു. സഭയും മറുവയും കുഞ്ഞും നിലവിളി കേട്ടു തകർന്നു കഴിഞ്ഞു. സൈകത ഭൂവിന് ഹൃദയം അലിഞ്ഞവൾ മാറു തുറന്നു കഴിഞ്ഞു. ഇസ്മായിലിൻ ദാഹം തീർക്കാൻ അന്നുറ പൊട്ടിയ സംസം ഇന്നും ഇബ്രാഹിം തൻ മക്കളെ നൊമ്പരം മാറ്റും തീർത്ഥം. ഒരു സ്ത്രീ തന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് അർപ്പിച്ചു. ഇതിനേത് ദുരന്തമുണ്ടായി? നമ്മുടെ മനസ്സെന്താ പറയുന്നത്, എന്താ പറയേണ്ടത്? അതവുകേടിൽ വെച്ച് ഏറ്റവും വലിയ അതവുകേട് അള്ളാഹുവിന്റെ പ്രഭാവിൽ അസംതൃപ്തി കാണിക്കലാണ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ-ഗസാലി റളിയല്ലാഹു അൻഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതവുകേടിൽ വെച്ച് ഏറ്റവും വലിയ അതവുകേട്. ഞാനിത് ചിന്തിക്കാനൊരു കാരണം ഉണ്ടായി. ഒരു ദിവസം എന്റെ പെങ്ങള് വീട്ടിലേക്ക് വിരുന്ന് വന്നപ്പോ അവരുടെ അയൽപക്കത്തുള്ള ഒരു കാര്യം പറഞ്ഞു. അയൽപക്കത്തിൽ ഒരു അമുസ്ലിമായ ഒരു പെണ്ണും 3.5 വയസ്സായ കുട്ടിയും കൂടി കുളത്തിലേക്ക് കുളിക്കാൻ വേണ്ടി. അങ്ങനെ കുളത്തിലിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ മഴ വന്നു, ശക്തമായ മഴ. കുട്ടി പറഞ്ഞു, അമ്മേ നമുക്ക് വേഗം അലക്കിയിട്ട് വീട്ടിലേക്ക് പോകട്ടോ, കുളി വീട്ടിൽ ചെന്നിട്ടാക്കാം. ആയിക്കോട്ടെ വന്നു. അങ്ങനെ വേഗം അലക്കൽ കഴിഞ്ഞ് തിരിഞ്ഞുമ്പോ കുട്ടിനെ കാണാനില്ല. കുട്ടിനെ കാണാനില്ല. ഭയങ്കരമായിട്ട് തെരഞ്ഞു, ഒരു രക്ഷയില്ല. മുങ്ങൽ വിദഗ്ധരൊന്നും പരിശോധിച്ചു, കുട്ടിയില്ല. എങ്ങനെ തെരഞ്ഞാലും കിട്ടുന്നില്ല. അവസാനം ഫയർഫോഴ്സ് വന്നിട്ട് വെള്ളം മുഴുവൻ വറ്റിച്ചു നോക്കുമ്പോൾ ചാടി അതേ സ്ഥലത്ത് എല്ലാരും അങ്ങോട്ടാ തരുന്നത്, ഇങ്ങോട്ടാണ് കുട്ടി പോയത്.
ഒരു കല്ലിന്റെ ഉള്ളിലാണ് പലരും മരിച്ചിരിക്കുന്നത്. ആ സ്ത്രീക്ക് ഇപ്പോഴും ഭ്രാന്താണ് നിന്റെ പെങ്ങൾ പറഞ്ഞു. അന്ന് ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ തന്റെ ഹിക്കമിൽ പറഞ്ഞ ഒരു വാക്ക് എന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു പിടിക്കും. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ അസംതൃപ്തി തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അടവുകൾ. ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ് ഒന്നാമത്തെ സർക്കാരത്തിന് പോകുന്ന സമയത്ത് ബൈക്കാസിന്റെ ഭർത്താവ് മരിച്ചാൽ ഒപ്പോ ആ പെണ്ണിന്റെ ഒരു വിധി വല്ലാത്തൊരു വിധി ഇട്ടോ നമ്മൾ പറയില്ലേ. പെണ്ണിന് വിധിയില്ല, വിധി ആർക്കുള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ തീരുമാനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നത് സന്നദ്ധ പ്രവർത്തന മേഖലയിൽ വളരെ പ്രധാനമാണ്. പലതും കാണേണ്ടി വരും, പലതും കാണേണ്ടി വരും, പലതും അറിയേണ്ടി വരും, പലതിൽ ഭാഗമാക്കാവേണ്ടി വരും. മനസ്സിന് അരിവുണ്ടാവരുത് എന്നോ കണ്ണിൽ നനവുണ്ടാവരുത് എന്നോ ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാറ്റിനും ഒരു പദ്ധതിയും പരിപാടിയുണ്ട്. അള്ളാഹിന്റെ തീരുമാനമല്ലേ ഇവിടെ നടക്കുന്നു, വേറെ ഒന്നും ഇവിടെ നടക്കൂലല്ലോ. അള്ളാഹുവിന്റെ ഖദാഇൽ സംതൃപ്തമായ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാം. ഈ മനസ്സ് കാണിച്ച് മനുഷ്യൻ ഏറ്റവും ഉയരത്തിലേക്ക് പോകുന്നത് ഏറ്റവും ഉയരത്തിലേക്ക് പോകുന്നതായി നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട കൊട്ടാരം വിട്ട സുൽത്താൻ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് 3 സമയത്താണ്. ഒന്ന്, ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മിസ്രിലൂടെ ഞാനിങ്ങനെ നടക്കുക. അങ്ങനെ ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വല്ലാതെ ക്ഷീണമായി നടക്കാൻ കഴിയാതായിട്ട് ഒരു പള്ളി കയറിയിട്ട് പള്ളിയൊക്കെ പൂട്ടിക്കണം. അപ്പൊ ഹൗലുകാരൊക്കെ ഞാനിങ്ങനെ കടന്നു. കണ്ണിങ്ങനെ ഉറക്കം വന്നിട്ടുള്ളൂ. അപ്പൊ പള്ളിയുടെ മുക്കിൽ വന്നിട്ട് നീച്ച് നോക്കാം. എനിക്ക് നീച്ച് നടക്കാൻ വയ്യ, വെള്ളിയാഴ്ചയാണ് കയറി കിടക്കുക. അയാൾ വീണ്ടും പറഞ്ഞ് എനിക്ക് പോകാൻ വയ്യ. അപ്പൊ അതിന്റെ കാല് പിടിച്ച് അങ്ങനെ വലിച്ചിട്ട് പുറത്തുണ്ട്. ഒപ്പം എനിക്ക് എന്തോ വാട്ടപ്പ അത് കൊണ്ടുപോയിട്ട പോലെ ഭയങ്കര സന്തോഷം തോന്നിയത്. പിന്നെ രണ്ടാമത് എനിക്ക് സന്തോഷം തോന്നിയത് ഞാൻ ഒരു രോമത്തിന്റെ ഒരു കുപ്പായ ഉണ്ടായിരുന്നു, നല്ലൊരു കോട്ട്. അപ്പൊ അതിങ്ങനെ രോമ ആയതുകൊണ്ട് അതിങ്ങനെ ചൂടാവുമ്പോ പ്രശ്നമാണ്. അങ്ങനെ ഒരു പേര് വന്ന് ഓരോ പുഴുക്കളൊക്കെ ഉണ്ടായിട്ട് അതിങ്ങനെ കടിക്കും. എന്നാലും ഒരു കുപ്പായല്ലേ എങ്ങനെ ഒഴിവാക്കാന്ന് കരുതിയിട്ട് ഞാനതെടുത്ത് ഇങ്ങനെ നടക്കുക. കുറേ നടന്ന പോലീസ് ഒരാൾ വന്നിട്ട് ആ കുപ്പായ എനിക്ക് ചോദിച്ചു. ആ ആയിക്കോട്ടെ തന്നെ ഞാൻ ആ കുപ്പായ അത് കൊടുത്തു. അയാൾ പിന്നാണ്ട് ശേഷം പോയിച്ച് ഇങ്ങനെ മടങ്ങി വന്നാണ് എനിക്ക് വേണ്ട എടുത്തോളൂ. എനിക്ക് ഭയങ്കര വാർത്തായിരുന്നു. അത് ഇങ്ങനെ തന്നപ്പോഴേ ഭയങ്കര വാർത്തായി. അവരുടെ ഓരോ പരിപാടിയും തോന്നിയിരിക്കുക. അപ്പൊ ഭയങ്കര സന്തോഷമായി. ഇബ്രാഹിം റളിയല്ലാഹു പറയാൻ ജീവിതത്തിൽ മാനവർക്ക് ഇബ്രാഹിം റളിയല്ലാഹു ഭക്ഷണം കഴിച്ചില്ല. ഓരോ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നതിനനുസരിച്ചാണ്. എന്നത് എത്രത്തോളം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അതിനനുസരിച്ചാണ്. അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല. എന്റെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ കാരണം ഈ ഇർഷാദുൽ യാഫിയിലെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു ഇബ്രാഹിം അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ ദീർഘകാലം ജീവിച്ചതിനെ കുറിച്ച് പറയുന്നത്. മഹാനവറുകൾ ഇങ്ങനെ കൊട്ടാരത്തില് വീട്ടിന്റെ മുമ്പിൽ ഇരുന്ന് നാസ്തയ്ക്ക് റൊട്ടി തിന്നാന്ന് പറയുന്നത്. റൊട്ടി തിന്ന ആ സമയത്ത് ഒരു പക്ഷി വന്നു. ആ പക്ഷിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാക്ക വന്നു. ആ കാക്ക ഒരു റൊട്ടി എടുത്തുകൊണ്ട് പോയി. സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ ദിവസം വന്നിട്ട് റൊട്ടി എടുത്തുകൊണ്ട് പോയി. രണ്ടാമത്തെ ദിവസം മുമ്പ് കേട്ടിട്ട് നാളെ വരികയാണെങ്കിൽ എവിടേക്കൊക്കെ റൊട്ടിയിട്ട് പോകേണ്ടതെന്ന് നോക്കണം കരുതി. മൂന്നാമത്തെ ദിവസം വന്ന് റൊട്ടി എടുത്ത് പോകുന്ന സമയത്ത് അദ്ദേഹം കുതിരനെ അതിന്റെ പിന്നാലെ വിട്ടു. അങ്ങനെ ചെന്ന് നോക്കുമ്പോ ഒരു മനുഷ്യൻ എങ്ങനെ തല മേപ്പെട്ട് അത്തി 2 കൈയും അത്തിയിട്ട് ഒരു മരത്തിനുമാണ് കെട്ടിയിട്ടുണ്ട്. ഈ കാക്ക ഈ റൊട്ടിയുമായി വന്ന് ആ മരത്തിന്റെ മേലത്തെ കൊമ്പിലിരുന്ന് കാലോട്ട് ചവിട്ടിച്ചിട്ട് അയമന്നോടെ കഷ്ണം എടുത്തിട്ട് വായത്തിനിട്ടു. ഇത് കണ്ടപ്പോ കെട്ടയച്ചിട്ട് ചോദിച്ചു, മനുഷ്യ എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു തരുമ്പോ അയാളോട് പറഞ്ഞു, ഞാൻ വലിയൊരു കച്ചവടക്കാരനായിരുന്നു. ഞാനിങ്ങനെ കച്ചവടം കഴിഞ്ഞ് വർദ്ധിച്ച ലാഭവുമായി ഇങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് ഒരു കൊള്ള സംഘം എന്റെ സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ചു. അവർ എന്നെ കൊല്ലുന്ന ഉറപ്പായപ്പോ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ അത്തായിക്കുന്നതിനെ പ്രസവത്തിൽ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ഒരാൾ ദ്വാരപ്പിക്കാൻ വന്നൊരു കഥ പറയും. ഒരാൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മൂസാ നബി എനിക്ക് വേണ്ടി ദ്വാരക്കണം പറഞ്ഞു.
മൂസാ നബി ചോദിച്ചു, എന്തിനാ എനിക്ക് ദ്വാരക്കേണ്ടതെന്ന് ചോദിച്ചു. ഒന്നല്ല, എനിക്ക് സ്വർഗത്തിൽ നിങ്ങളെ എടുത്തിങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു. മൂസാ നബി പറഞ്ഞു, അത് നടക്കൂല. ഞാനവിടെ അള്ളാന്റെ അമ്പിയാക്കളിൽപ്പെട്ട വളരെയധികം പ്രമുഖനായത് എങ്ങനെ സ്വർഗത്തിൽ ഇന്ത്യത്തി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് സ്വർഗത്തിൽ നിങ്ങളെ എത്തിയിരിക്കണം, അതിന് ദ്വാരനെ പറ്റുള്ളൂ. അങ്ങനെ അവസാനം നിർബന്ധിച്ച് മൂസാ നബി ദ്വാരന്ന് പഠിച്ചോളെ ഞാൻ സ്വർഗത്തിൽ ഇന്ത്യ എത്തുന്ന മൂസാ നബി ദ്വാരക്കാരന് ഉത്തരം കിട്ടുമല്ലോ. പിറ്റേ ദിവസം ഒരു തിരുമീർ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ ആ ദ്വാരപ്പിച്ചു പോയ മനുഷ്യനെ നരി പിടിച്ചിട്ടുണ്ട്. അപ്പൊ മൂസാ നബി അള്ളാഹു ചോദിച്ച് പഠിച്ചവനെ എന്ത് പരീക്ഷിക്കാൻ? അയാൾ നിന്റെ ഒപ്പം സ്വർഗത്തിൽ ഇരിക്കാൻ വേണ്ടി ദ്വാരപ്പിച്ചു പോയിട്ട് ഒരു 4 ദിവസം മര്യാദക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് മരിച്ചു വയ്ക്കാനോ വാഹത്തുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നടന്നത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹ് പറഞ്ഞു, മൂസ നിങ്ങൾക്കാരെ പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചു. പഠിച്ചവനെ പരിചയമില്ല. എന്നാലേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്നും മനസ്സറിഞ്ഞ് ഇന്നെ വിളിച്ചിട്ടില്ല. നരി വിളിക്കാൻ വന്നേക്കുണ്ട്. ഇന്നൊരു വിളിയാണ് വിളിച്ചത്. ആ ഒരൊറ്റ വിളിയാണ് സ്വർഗത്തിൽ നിങ്ങൾ എത്തിയിരുത്താനുള്ള കാരണമെന്ന് അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു എന്ന് അപ്പായിക്കുന്ന ഒരൊറ്റ വിളി മനസ്സറിഞ്ഞ് അള്ളാഹനെ വിളിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഹനസ, അവൻ രക്ഷപ്പെട്ടു. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം വളരെ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്നെ അള്ളാഹു തആല കണ്ടിരിപ്പിച്ചു, ഇങ്ങനെ രക്ഷയില്ല, ഓർക്ക് എന്നെ കൊല്ലാൻ തോന്നിയില്ല. ഓര് ഈ മരത്തം എന്നെ കെട്ടിട്ട് ഓര് പോയി. 3 ദിവസമായി ഈ പക്ഷിയാണ് എനിക്ക് ഭക്ഷണം. അബ്രഹാം അത് നേരെ തിരിച്ചാലോചിച്ചു. അബ്രഹാം ആലോചിച്ചു, പഠിച്ചോനെ അന്നത് ഏൽപ്പിച്ചാല് ഇജ് അയാൾക്ക് കൊടുക്കണ ഭക്ഷണം ഈ നാട്ടിലെ രാജാവിന്റെ ഭക്ഷണം. അത് രാജാവ് കഴിച്ചതിന്റെ ബാക്കിയല്ല, രാജാവ് കഴിക്കണതിന് മുന്നിൽ കൊണ്ടെന്നൊടുക്കെങ്കിൽ പിന്നെന്തിനാ രാജാവ്? അങ്ങനെ കോട്ടുണ്ട് ഒലിച്ച് ഒപ്പണ്ടായിരുന്ന ആൾക്കാരെ കൊടുത്തയച്ചിട്ട് അവിടെ പോയി ഭക്ഷണം ലഭിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. മുഹയ്യായ അള്ളാഹുവിന്റെ നൂറാനിയത്താണ് എന്നെ ജീവിപ്പിക്കുന്നതെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ ഭക്ഷണം ആവശ്യമില്ല. ആ തിരിച്ചറിയില്ലാതെ വരുമ്പോഴാണ് എന്താ ആവശ്യമുള്ളത്? ഭക്ഷണം ആവശ്യമുള്ളത്. നമുക്ക് ഭക്ഷണവുമായി അഭേദ്യമായ ബന്ധമായതുകൊണ്ട് നമുക്ക് സ്വർഗം എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് തോന്നി, ഭക്ഷണമാണെന്ന് തോന്നിയാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഏത് പാട്ട് പഠിച്ചത്? അതിലുള്ള മുമ്പിൽ തോട്ടവും ഉമ്മാനാണ് പഠിച്ചത്. നമ്മൾ ഭക്ഷണമായിട്ട് നിയമത്ത് റഹ്മത്ത് ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭക്ഷണമായി മനസ്സിലാക്കി. ഓരോട് ഭയങ്കര റഹ്മത്താണ് പറഞ്ഞാൽ എന്നും ചിക്കനാണ് നമ്മൾ അർത്ഥം പഠിച്ചത്. മറ്റോനവിടെ ഭയങ്കര നിയമത്താണ് പറഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ തരുന്ന. രാത്രി നിയമത്തും റഹ്മത്തും ബർക്കത്തൊക്കെ സ്വർഗ്ഗം. അതൊക്കെ സ്വർഗത്തിൽ ഓരോ ദർജകളാണല്ലോ യഥാർത്ഥത്തിൽ നിയമത്തും റഹ്മത്തും ബർക്കത്തും എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെ സ്വർഗം തീറ്റ പരിപാടി ആയതുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു കാര്യം ചെയ്യും, ചെന്നേക്കിന് തീറ്റ. അള്ളാഹുവിനെ നമ്മൾ സ്വർഗത്തിലെത്തിക്കട്ടെ. അതിന് അള്ളാഹു ഇതൊക്കെ ഒരു സബബാക്കിയിട്ട് സ്വർഗത്തിൽ പോകാൻ ചെറിയ ചെറിയ കാരണങ്ങൾ ധാരാളം. ചെറിയ ചെറിയ കാരണങ്ങൾ. ഒന്ന് ദുആ ഇജാബത്തുണ്ട് എന്ന് 100% ഉറപ്പുള്ള കുറെ ആൾക്കാരെ ദുആ നോക്കി. ഈ ഹിദ്മത്തുകൊണ്ട് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ സഹായമാണ്. ദുആ ഇജാബത്തുണ്ട് എന്ന് 100% ഉറപ്പിക്കാവുന്ന എത്രയോ ആളുകളുടെ ദുആ. ഓരോന്നും പറയണ്ട, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. സയ്യിദു ദുആഇ അൽഹംദുലില്ലാ. റസൂലുള്ളാഹി ഒരു വീട്ടില് ഭക്ഷണം കഴിക്കാൻ ചെന്നു. അപ്പൊ വീട്ടുകാരൻ പറഞ്ഞു ഒന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ദ്വാരനേനപ്പോ ഇതുവരെ എനിക്ക് ആ പെരക്കാരൻ ചോദിച്ചു എന്തേപ്പോ തുടർന്നു ചോദിച്ചു. ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞേ. അപ്പൊ തുടങ്ങിയാണ് മലക്കുകൾ അതിന്റെ ഹസനത്ത് എഴുതി. പിന്നെ സയ്യിദു ദുആഇയാണ് അൽഹംദുലില്ലാ. ഒരു അൽഹംദുലില്ലാ കിട്ടിയാല് സാലിഹ്യങ്ങളെ കണ്ട് കലിമ ചൊല്ലി ഉഷാറായിട്ട് മരിച്ചു. അൽഹംദുലില്ലാ നമ്മൾ കിട്ടിയാൽ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സ്വർഗം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നമാണ്. സ്വർഗം നമുക്ക് എത്ര കണ്ട് സ്വപ്നം കാണാൻ പറ്റുമോ അത്ര കണ്ട് നേടാം. നമുക്ക് ആഗ്രഹം അതിലേക്ക് അവരെത്തിക്കും. മുഅ്മിനായ മനുഷ്യർ ഒരു കാര്യം ആഗ്രഹിച്ചാൽ ആ ആഗ്രഹത്തിലേക്ക് അവൻ അല്ലാഹു എത്തിക്കുമെന്ന. അതുകൊണ്ട് സ്വർഗം നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ഉറക്കത്തിലോട്ടാണ്. ഹജ്ജിന്റെ കണ്ട് ഷജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്കു മോഹം. ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്കു
ഉദാഹം മുത്ത് റസൂൽ തങ്കത്തെ വരുന്നത് കണ്ട് മുത്താറ്റൽ ഊറികൾ ആടി രസിക്കുന്ന കണ്ട് സ്വർണ്ണ പല്ലക്കിൽ സുലൈഖ ബീവിയെ കണ്ട് സ്വർണ്ണ കിളി കുങ്കിൽ പാറി പറക്കണ് കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. ഏത് വിഷയത്തോട് താല്പര്യം കൂടുതലാണോ ആ വിഷയം പാട്ടാവും. ഏതൊരു കാര്യത്തോട് ഒരാൾക്ക് അമിതമായ താല്പര്യമുണ്ടോ ആ വിഷയം അവന് പാട്ടായിരിക്കും എന്നതാണ്. അതുകൊണ്ട് സ്വർഗം നമുക്ക് പാട്ടാവാം. ഓട്ടത്തിലൊക്കെ കാണാം. അള്ളാഹുത്തല തൗഫീഖ് നൽകണം. അതിലൊരു സഹവായി അള്ളാഹു ഇതൊക്കെ അപ്പോ ഖിദ്മത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അങ്ങനെ പോയത് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ പോയി കുറേ കാലം പോയി. ഒരു ദിവസം ഒരാളൊപ്പം കൂടി ഞങ്ങളൊപ്പം പുറത്തേന്ന് ചോദിച്ചു. അങ്ങനെ കുറെ പോയപ്പോ ഒപ്പമുള്ള ആൾക്ക് എന്തായാലും വിശപ്പല്ല. കുറെ മുന്നേ ചെന്നേ ഒപ്പമുള്ള ആൾക്ക് വിശക്കാൻ തുടങ്ങിയപ്പോ ചോദിച്ചു വിശക്കുണ്ടോന്ന് ചോദിച്ചു. എന്നാൽ ഒരു പേനയിൽ കടലാസ് നോക്കിയാണ് ഈ വിശക്കണ നേരത്തെ എന്തിനാ പേനയും കടലാസും അത് കൊണ്ടുകൊടുത്ത് അതിങ്ങനെ 3 വരി വെയിറ്റ് ചെയ്യും. അനഹാമിദുൻ അന ശാകിറുൻ അന ദാകിറുൻ അന ജാഇഉൻ അന നാഇഉൻ അന ആയി യസിത്തതുൻ വഅന ളമീനു ലിനിസ്ഫിഹാ فكن الضمين لنصفها يا باري مدري لغيرك يدخل علينا قرطها فأجل عبيدك من دخول النار. അന ഹാമിദുൻ അല്ലാഹ് ഞാൻ നിന്നെ ഹംദ് ചെയ്യുന്നവനാണ്. അന ഷാക്കിറുൻ ഞാൻ ശുക്ർ ചെയ്യുന്നവനാണ്. അന റാക്കിറുൻ ഞാൻ ദിക്ർ ചെല്ലുന്നവനാണ്. അന ജാരിവൻ ഞാൻ വിശന്നവനാണ്. അന നാരിവൻ ഞാൻ ദാഹിക്കുന്നവനാണ്. അന ആരി മര്യാദക്ക് വസ്ത്രം ധരിക്കാത്തവനാണ്. ഹിയ സിദ്ധത്തും ഇപ്പൊ പറഞ്ഞത് 6 കാര്യങ്ങളാണ്. അപ്പൊ അനം സമീരുൽ ഇസ്ഫിയ പകുതി ഞാൻ ചെയ്യേണ്ടതാണ്. പകുലും സമീരുൽ ഇസ്ഫിയ വ്യാപാരി അതുകൊണ്ട് ബാക്കി പകുതി ചെയ്യണം. ഞാൻ ചെയ്യണ്ടല്ലോ അതുകൊണ്ട് ബാക്കി പകുതി നീ ചെയ്യണം എന്നാണ് കത്തിലുള്ളത്. എഴുതിക്ക് മടക്കിയിട്ട് എന്ത് ചെയ്തു? അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു ആദ്യം കാണുന്ന ആൾക്ക് കൊടുത്തു പറഞ്ഞു. അങ്ങനെ അയാളായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ചൂടനെയാണ് ആദ്യം കണ്ടത്. അയാൾക്ക് കൊടുത്തു. അയാളായി വെട്ടിങ്ങനെ നോക്കിയിട്ട് ഇതേപോലെ ഒരു നോക്കിയിട്ട് 100 വെള്ളി നാണയം കൊടുത്തു. ഈ കല്ല അയാൾക്ക് എന്ത് തോന്നിയതാവും. 100 വെള്ളി നാണയം കൊടുത്തു. അദ്ദേഹത്തിന് ഇങ്ങനെ വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ അച്ഛപ്പ പറഞ്ഞു കിട്ടാനായിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോ 100 വെള്ളി നാണയം കൊടുത്ത ആള് ഇങ്ങനെ കുതിരപ്പുറത്ത് വന്നിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു ഇങ്ങനെ ചെല്ലി തരിക. ഇങ്ങനെ ചെല്ലി തരിക പറഞ്ഞാൽ ഭക്ഷണമല്ല അശ്വനാമ സുൽത്താൻ ചൊല്ലിക്കൊടുത്തിട്ട് ആ പൊടി അടിച്ച് അതിന് പൈസ എടുത്തിട്ട് പോയി ഭക്ഷണം കൊടുന്ന് കഴിച്ചു. പക്ഷികൾക്ക് ഭക്ഷണം കിട്ടുന്നത് പോലെ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കത് ഈമാനാകാത്തതാണ് പ്രശ്നം. നമുക്ക് സ്വർഗവും നരകവും ഒന്നും ഈമാനായിട്ടില്ല. റോഡ് സൈഡിൽ വണ്ടി വരുന്ന സമയത്ത് നരകത്താൻ കയറി നിന്നാലും കയ്യും കാലും കൂടി എന്നുള്ളത് ഈമാനായതുകൊണ്ട് സ്വയബുദ്ധിയോടുകൂടി നമ്മളാരും കയറിക്കൂല. സ്വർഗവും നരകവും ഒരു മനുഷ്യന് ഈമാനായാലേ നരകത്തിൽ ഒരാളെ ചാടില്ല. അള്ളാഹുവിന്റെ അദാബിന്റെ ഭവനമാണ് യഥാർത്ഥത്തിൽ നരകം എന്ന് പറഞ്ഞത്. ബഹും ഫിഹാ ഖാലിബൂൻ എന്ന് പറഞ്ഞേ നരകാവകാശി നരകത്തിൽ പല്ലിരിക്കുന്നതാണെന്ന് പറഞ്ഞ ആയതിന്റെ തഫ്സീറിൽ കാണാം. നരകത്തിന്റെ അദാബിന്റെ സഹിച്ചിട്ട് പല്ലിങ്ങനെ ഇളിച്ചു കാട്ടിയിട്ട് മുകളിലെ ചുണ്ട് മൂർത്താവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകുന്നതാണ്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഒരല്പം ഭക്ഷണത്തിന് വേണ്ടി നരകാവകാശി 40,000 കൊല്ലം കരയുമെന്ന് മുഹമ്മദ് നബി. അപ്പോഴത്തെ ഒരു ഭക്ഷണം കൊടുക്കും. വലിയ എണ്ണ നിറയെ മുള്ളുള്ള ഒരു മരം കൊണ്ട് കൊത്തി ഉണ്ടാക്കിയ ഒരു ഭക്ഷണം ലൈസലഹും ത്വആമുൻ ഇല്ലാ മിൻ ദരീ. അതങ്ങോട്ട് തിന്നുമ്പോ തൊണ്ടേ കെട്ടിയിട്ട് ഒരു ഇറക്ക് വെള്ളത്തിന് വേണ്ടി 40,000 കൊല്ലം കൊണ്ട് മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ച് കരയണം. അപ്പോൾ ലോഹങ്ങൾ ഒലിക്കുണ്ടാക്കിയ ഒരു ഭക്ഷണം തൊള്ളേ കൂടെയല്ല യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം അങ്ങനത്തെ ഇതാ നേരെ ചെറിയ സ്വർഗം. സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂല കിട്ടിയാൽ മതി. പക്ഷെ ചോദിക്കേണ്ടത് 120 വരികൾ സ്വർഗത്തിലുണ്ടാവും. 120 വരി സ്വർഗത്തുണ്ടാവും. അതിൽ 90 വരിയും എന്റെ ഉമ്മത്തായിരിക്കുമെന്ന് അവിടെ ഇമാമത്തിൽ ഇരുത്താൻ അല്ലാഹു നമുക്ക് അവസരം.
ഏതെങ്കിലും ഒരു വഴി പെട്ടാൽ ചെന്നാ പിന്നെ നിയമത്തല്ല. ഓരോ പുതിയ നിയമത്തിൽ വരുമ്പോഴും പഴയത് മറക്കുന്നതാണ്. ഇപ്പൊ കിട്ടിയ ഉറുമാമ്പഴത്തിന്റെ ടേസ്റ്റ് അല്ല അരമണിക്കൂർ കഴിഞ്ഞ് ഒരിക്കലും രുചിച്ച രുചി പിന്നീട് രുചിക്കുകയേയില്ല. ഓരോന്നും വരുമ്പോ പഴയത് ഇങ്ങനെ മറന്നു പോയിരുന്നു. മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് വല്ലതും വേണോ ചോദിക്കോ പക്ഷെ ഇനിയൊന്നും വേണ്ടാന്ന് പറയുമ്പോ പഴയ കാലത്ത് ആഗ്രഹിച്ച് മറന്നത് ഓർമ്മപ്പെടുത്തും. ആ മിനേരെ ടെന്റിൽ ഇങ്ങനെ വളണ്ടിയറായി സേവനം ചെയ്യുന്ന സമയത്ത് 2 കുപ്പി വെള്ളം കിട്ടിയെങ്കിൽ എന്നിട്ട് ആഗ്രഹിച്ചില്ല. അത് പക്ഷെ ആഗ്രഹിച്ചിരുന്നത് കഴിഞ്ഞു പോയില്ല. അന്നക്ക് കിട്ടിയോ? ഇല്ല. ഇപ്പൊ ആവശ്യമല്ല. പക്ഷെ മുമ്പ് അവൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുവരെ കൊടുക്കും എവിടെ? അങ്ങനെ അതോട് തീരും കുറെ കഴിയുമ്പോ അതുപോലെ അറിയാവുന്ന ഒരാൾ പറഞ്ഞു ഇരിക്കണം തോരക്കണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞു സ്വർഗത്തിലെ അങ്ങാടിയിൽ അമ്മാവ് നമ്മൾ ഒരുമിച്ച് കൊണ്ടിട്ടേന്നാണ്. അപ്പൊ താപികളിൽപ്പെട്ട ആ പ്രമുഖൻ ചോദിച്ചു സ്വർഗത്തിൽ ഇനിയിപ്പോ അങ്ങാടി ഉണ്ടായി പറഞ്ഞു. പറഞ്ഞു ചോദിച്ചു. അതിൽ പറഞ്ഞു സ്വർഗത്തിൽ അങ്ങാടി ഉണ്ടായിട്ട് പ്രത്യേകത എന്താ വെച്ചാല് അവിടെ പെണ്ണുങ്ങൾ ആരും ഉണ്ടാവില്ല, ഒന്നും വിൽക്കാനോ ഒന്നും വാങ്ങാനോ ഉണ്ടാവില്ല. പിന്നെന്താ അവിടെ ഉള്ളത്? അവിടെ ഒരാളിങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ നോക്ക എനിക്ക് കിട്ടാത്ത എന്തേലും വേറെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ. അപ്പഴാ പണ്ട് കോളേജിൽ പഠിക്കണമെന്ന് കണ്ട കുഞ്ഞാമത് തന്നെ ഓന്റെ നേരത്തെ നല്ലൊരു കള്ളിക്കുപ്പായം നല്ലൊരു കള്ളിക്കുപ്പായം ഉണ്ടല്ലോ നിങ്ങൾ തോന്നുമ്പോഴത്തേന് ഓന്റെ പെണ്ണിന് എന്താ കിടക്കുന്ന അതേമാതിരി കള്ളിക്കുപ്പായം. കള്ളിക്കുപ്പായം മാത്രമല്ല കേട്ടോ, സാധാരണ ഒരാൾക്ക് 1000 മനുഷ്യരെ ശക്തി ഉണ്ടാവുന്ന അസ്സലാമു അലൈക്കും എന്നുള്ള റബ്ബോളിന്റെ കൈ ചോക്കാൻ 1000 അല്ല 2000 ഉണ്ടോ എന്ന് തോന്നിയാൽ മതി. അപ്പൊ ഇതിന് പിടി 2000. ഇങ്ങനെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി പോണ ഒരു അങ്ങാടിയുണ്ട് സ്വർഗത്തിന്റെ. ഇനിയൊക്കെ അതൊക്കെ കഴിഞ്ഞ അവസാനം അള്ളാഹുവിന്റെ കുഞ്ഞു മനുഷ്യന്മാരെ നിങ്ങൾക്ക് വല്ലതും വേണം. അപ്പൊ നമ്മളിങ്ങനെ പറയും ഈ വർഷം ഒന്നും വേണ്ട, അവിടെ മനുഷ്യന്മാരെ നിങ്ങൾക്ക് ഇന്നൊന്ന് കാണേണ്ടത് അപ്പോ അന്നെ കാണണം. അതിനാണല്ലോ ഇക്കണ്ട അതാവൊക്കെ സഹിച്ചത് എന്ന് പറയുമ്പോ സ്വർഗത്തിലെ അവസാനത്തെ നിയമത്തായി അള്ളാഹുവിന്റെ ശരീരം കൊണ്ട് മുഴുവനും കൊണ്ട് അനുഭവിക്കും. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ നിയമത്ത്. അതിനങ്ങനെ കാലാകാലം പോകാം. അള്ളാഹുവിന്റെ തൊട്ടികളെ ഈ കൂടെ അള്ളാഹു